പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പിന്നെ താഴെ കാണുന്ന ബെൽ ബട്ടണും കൂടി അമർത്താം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ സാറ്റർഡേ വ്ലോഗാണ്. സാറ്റർഡേ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്, ഡാൻസ് ക്ലാസ്. വെയിലടിക്കുന്നത് ഡാൻസ് ക്ലാസ് ആണല്ലോ. എങ്ങനെ അമ്മ ഈ സാധനം എന്തോ പിടിച്ച് വെക്കാനായിട്ട് അപ്പത്തേക്കിനും എവിടെ എനിക്ക് എന്തൊക്കെയാവും ചേച്ചി. ആക്സിഡന്റ് എന്തൊക്കെയോ എന്താണെന്ന് അറിയില്ല. വിഷമോ സങ്കടം എന്തൊക്കെയോ എവിടെ നോക്കട്ടെ. സ്കൂട്ടറിന്റെ പകുതി പോയി, ഫ്രണ്ട് പോയി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇപ്പം ഡാൻസ് ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ എന്താണെന്നറിയോ, ഇനി നമ്മുടെ ഫൈനൽ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നു. ഇപ്പോൾ ഒരു PA3 പോലത്തെ ചെറിയൊരു ടെസ്റ്റൊക്കെ, PA3 പോലത്തെ ഒരു എക്സാം നടത്തി. PA2 PA1 കഴിഞ്ഞു. PA1 PA2 PA3യുടെ ഒരു ഡേ നമ്മളെ അറിയിച്ചിട്ടുണ്ടെന്നില്ല. പെട്ടെന്ന് ഒരു PA3 അങ്ങ് നടത്തി. അപ്പോൾ പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഫൈനൽ എക്സാമിൻ്റെത് വന്നു. അയ്യോ, എല്ലാം പഠിച്ചൊക്കെ തീർന്നിരിക്കും. നമ്പർ ഇറക്കുന്നത് അല്ല, പക്ഷെ എനിക്ക് കമ്പ്യൂട്ടറും പിന്നെ GK കമ്പ്യൂട്ടർ ചാപ്റ്ററും കൂടി ഫുള്ളായിട്ട് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് കമ്പ്യൂട്ടർ 28-ാം തീയതി ഉള്ളൂ. GK എപ്പോഴാ അറിയോ? ഈ മൺഡേ ആണ്. ഫെബ്രുവരി 24 ഫൈനൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ CVS 2 ചാപ്റ്റർ പഠിക്കാനുണ്ട്. 2 ചാപ്റ്റർ പഠിക്കാനുണ്ട്. വർക്ക് ബുക്കും പഠിക്കണം. പിന്നെ അതിൽ കുറച്ച് ഡൗട്ട് ഉണ്ട്, അതും പഠിക്കണം. ലാസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മുടെ EVSന്റെ ദി സ്റ്റാർസ് ആൻഡ് ദി സോളാർ സിസ്റ്റം. ഒട്ടും പഠിച്ചിട്ടില്ല, കുറച്ചൊക്കെ പഠിച്ച്. എക്സാം ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ വരത്തില്ല കേട്ടോ. എനിക്കില്ലേ ഗൈസ്, എൻ്റെ സ്വഭാവം എന്താ അറിയോ, ഒരു മാർക്ക് പോയാൽ മതി. കിടന്നങ്ങ് കരച്ചില്ല. ഒരു 1/2 മാർക്ക് പോയാൽ വരെ ഞാൻ അയ്യോ എനിക്ക് എന്താണോ പോയത്. ഇത് വലിയ ക്ലാസ്സിലാവുമ്പോ മാറൂടാ. അങ്ങനെ ആനുവൽ ഡേക്ക് പോലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല ഈ എക്സാമിന്റെ ടെൻഷൻ കാരണം. എന്റെ ദൈവമേ, എന്തോരം ടെൻഷൻ. ദൈവമേ, അടുത്ത പ്രാവശ്യം ഞാൻ 4-ാം ക്ലാസ്സിലാണ്. 4-ാം ക്ലാസ്സിൽ ഒത്തിരി പഠിക്കാനുണ്ട്. ഇപ്പൊ തന്നെ മാത്സും ഒക്കെ കുറെ പഠിക്കാനുണ്ട്. ഞങ്ങൾക്ക് കൂടുതൽ നോട്ട്സ് ആണുള്ളത്. ടെക്സ്റ്റ് ബുക്ക് വായിപ്പിക്കുന്ന വളരെ കുറവാണ്. കൂടുതലും നോട്ട്സ് ആണുള്ളത്. വീട്ടിൽ ഇരുന്നിട്ട് വായിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. വീട്ടിൽ വന്നിട്ട് ടെക്സ്റ്റ് വായിക്കണം, എന്നാലേ മനസ്സിലാവുക ചാപ്റ്ററിൽ എന്താ ഉള്ളത്. അരമാർക്ക് പോകുമ്പോൾ കരയുന്ന ആളാണ് IAS കോച്ചിങ്ങിന് പോകുന്നത്. നിങ്ങൾ അറിഞ്ഞ ഞാൻ 5-ാം ക്ലാസ് ആയിട്ട് IASന്റെ കോച്ചിങ്ങിന് പോകാൻ പോവാ. ഞാൻ 5-ാം ക്ലാസ് ആയിട്ട് IASന്റെ കോച്ചിങ്ങിന് പോവില്ലോ. എനിക്ക് കളക്ടറാവണം. എനിക്ക് കളക്ടറായേ പറ്റും. എൻ്റെ കൊച്ചിലെ തൊട്ടുള്ള കൊച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 ആ വയസ്സിൽ. ഇപ്പൊ കൊച്ചാ 4-5 വയസ്സിൽ എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് കളക്ടർ ആവണമെന്ന്. കളക്ടർ ഡോക്ടർ എനിക്കത് കാണണം. എനിക്കത് കളക്ടറായേ പറ്റും. എന്ത് സംഭവിച്ചാലും ഞാൻ കളക്ടറാവും.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി എന്തായാലും ഡാൻസ് ക്ലാസ്സിലേക്ക് കാണാം. അപ്പോൾ ഇതാണ് മിമോസിൻ്റെ ഡാൻസ് ക്ലാസ്. ബുദ്ധാസ് ഡാൻസ് അക്കാഡമി അഞ്ചാലമൂടാണ്. പിന്നെ നേരത്തെ ഒരു തവണ നമ്മുടെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് സ്കൂളിൽ ക്ലാസ് ഉള്ളതുകൊണ്ട് കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. പിന്നെ ഇന്ന് സുനോ മാസ്റ്റർ ഉണ്ടായില്ല, മാഹിൻ മാസ്റ്റർ മാത്രമായിരുന്നു. പിന്നെ അതേ കുറേ കുട്ടികളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയോ മിമോസ് നിൽപ്പുണ്ട്. ഞാൻ ജസ്റ്റ് കുറേ നേരം അവിടെ ഇരുന്നപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. ക്ലാസ് കഴിഞ്ഞപ്പോൾ മിമോസിനൊരു കുട്ടി ഫാൻ വന്നിട്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് നേരം കളിച്ചു. മിമോസിന് അക്കാഡമി പഠിക്കുന്ന കുട്ടി തന്നെയാണത്. കുറച്ച് നേരം അവർ മിമോസ് സാറ്റ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് നേരം സാറ്റൊക്കെ കളിച്ചു. സാറ്റ് എന്ന് വെച്ചാൽ ഹൈഡ് ആൻഡ് സീക്ക് കേട്ടോ, നമ്മളിവിടെ സാറ്റ് കളിക്കുന്നു എന്ന് പറയും. ഹൈഡ് ആൻഡ് സീക്കൊക്കെ കളിച്ചിട്ട് അപ്പം തന്നെ ഒരു 5 മിനിറ്റ്സ് പോലും കളിച്ചില്ല. ഒരാഗ്രഹം പറഞ്ഞപ്പോൾ കളിക്കാൻ പറഞ്ഞതാണ്. എന്നിട്ട് കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പം തന്നെ ഇറങ്ങി. മിമോസിനെ ഒന്ന് റിഫ്രഷ് ആയിക്കോട്ടെ എന്ന് കരുതി. കാരണം കഴിഞ്ഞ ആഴ്ചയും മിമോസിന് സുഖമില്ലാതിരുന്നത് കൊണ്ട് ഡാൻസ് ക്ലാസ്സിന് പോകാൻ പറ്റിയില്ലായിരുന്നു, പല്ലിൻ്റെ പ്രശ്നം കാരണം. അതുകൊണ്ട് ഇന്ന് വന്നിട്ട് ആളൊന്ന് ഫ്രഷപ്പ് ആവട്ടെ എന്ന് കരുതിയിട്ട് കുറച്ച് സമയം കളിച്ചിട്ട് അപ്പം തന്നെ ഞങ്ങൾ ഇറങ്ങി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾക്ക് ഫീലിങ്സ് കുറേ ഉണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് കുറേ പ്രാക്ടീസൊക്കെ ചെയ്യാറുണ്ട്, കുറേ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ്, ഇപ്പോൾ കടവൂർ പാലം എത്തി. കടവൂർ പാലമൊക്കെ ശരിയാക്കി കേട്ടോ. നല്ല രസമല്ല വ്യൂ. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി എന്തായാലും വീട്ടിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വീട്ടിൽ വന്നു, കുളിച്ചു, ഫ്രഷായി, മുടിയും ഉണങ്ങി, മുടിയും കെട്ടിയിട്ട് കുറേ പഠിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കുറേ പഠിക്കാനുണ്ടായിരുന്നു. EVS ആയിരുന്നു, EVS ഇംഗ്ലീഷ്, മലയാളം, മാത്തമാറ്റിക്സ്. ഇത്രയും ഞാൻ പഠിച്ചു. പക്ഷേ ഒത്തിരി എല്ലാം റിവിഷൻ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ EVS ഒരു ചാപ്റ്റർ ഫുൾ പഠിക്കാനുണ്ട്. സ്റ്റാൻഡേർഡ് കുന്ന് പഠിക്കാനുണ്ടായിരുന്നു. അതും പഠിച്ചുകൊണ്ടിരിക്കാൻ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാൻ നാളെ ഒരു അടിപൊളി ടെമ്പിൾ വ്ലോഗായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഞാൻ 3 ദിവസമായിട്ട് വ്രതമൊക്കെ പിടിച്ചിരിക്കുകയാണ്. നാളെ നമ്മൾ അമ്പലത്തിൽ പോകുന്നത്. ഞാൻ അതിൻ്റെ ഒരു അടിപൊളി വ്ലോഗുമായിട്ട് വീണ്ടും വരാം. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക്, ഷെയർ ചെയ്യാം, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ദിസ് ഇസ് മൈ മീംസ്. ബൈ.